നമ്മുടെ കോൺഗ്രസുകാർ വയനാട്ടിൽ ഒരു യോഗം ചേർന്നു. സംഘപരിവാറുകാരെ അനുകരിച്ച് ശിബിരം, ശിബിർ തുടങ്ങിയ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളാണ് ഈയിടെയായി ഇവരുടെ ഇത്തരം കലാപരിപാടികളെ കുറിച്ച് പറയാറെങ്കിലും ഇത്തവണ നേതൃയോഗം എന്നേ പറഞ്ഞു കേട്ടുള്ളൂ. ആ യോഗത്തിൽ 2 തീരുമാനമെടുത്തു. 1, യോജിച്ച് പ്രവർത്തിക്കുക. 2, മിഷൻ 25. മിഷൻ 25 എന്നാൽ 2025 നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക. യോഗം കഴിഞ്ഞ് കെട്ടിപ്പിടിച്ചും ആലിംഗനം ചെയ്തും സ്നേഹക്കണ്ണീർ പൊഴിച്ചും നേതാക്കൾ ചുരമിറങ്ങി. ഹൈക്കമാൻഡർമാർ ഡൽഹിയിലേക്ക് വിമാനവും കയറി. KPCC പ്രസിഡന്റ് MP കൂടിയാണല്ലോ. മൂപ്പരും പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയി. അപ്പോൾ പൊട്ടാൻ തുടങ്ങിയതാണ്. മാലപ്പടക്കം പോലെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. മിഷൻ 25 ചുമതല സതീശൻജിക്കാണെന്ന ഒരു വെടി മിഷൻ സതീശൻ ടീംസ് പൊട്ടിച്ചു. ഉടൻ സതീശൻ ടീംസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. KPCC അഥവാ മിഷൻ സുധാകർജി ടീംസ് ഔട്ട്. വാട്സ്ആപ്പ് യുദ്ധം ആരംഭിച്ചതോടെ സുധാകർജി ടീംസിന് അപകടം മണത്തു. അവർ അടിയന്തര യോഗം ചേർന്നു. മറുയുദ്ധം തുടങ്ങി. 2 കൂട്ടർക്കും വേണ്ടി മാധ്യമപ്രവർത്തകർ യുദ്ധം ഏറ്റെടുത്തു. യുദ്ധം കൊഴുക്കുകയാണ്. റഷ്യ-ഉക്രൈൻ യുദ്ധത്തിനും ഇസ്രായേൽ ആക്രമണത്തിനും വെടിനിർത്തൽ ഉണ്ടായാലും ഈ വെടിവെച്ച നിൽക്കില്ല. 2 കൂട്ടരും മുന്നിൽ കാണുന്നത് വേറെ ചിലതാണ്. അതിനിടയിൽ ഗോളടിക്കാൻ നോക്കുന്ന 2 ഗജവീരന്മാരുമുണ്ട്. ചെന്നിത്തലജിയും മുരളീധർജിയും. രണ്ടാൾക്കും സങ്കടം എള്ളോളമൊന്നും അല്ലല്ലോ. മുരളിയെ നാടുകടത്തി തോൽപ്പിച്ചു. ചെന്നിത്തലജിയെ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഹൈക്കമാൻഡിനെ വെച്ച് പ്രതിപക്ഷ നേതൃപദവിയിൽ നിന്നും സതീശൻജി വെട്ടിയതാണ്. നേതാക്കളുടെ കൂട്ടത്തിൽ അമ്പേൽക്കാത്തവരാരുണ്ട്? എല്ലാവരും മുറിവേറ്റവരാണ്. അവരെല്ലാം അവസരം കാത്തു നിൽക്കുകയാണ്. നമുക്ക് പുറത്തുനിന്ന് കളി കാണാം. പൊതുജനവും കാണട്ടെ ഇവരുടെ കളികൾ.